ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് രാവിലെ സൺഡേ ആണ്. ഞങ്ങളുടെ ഓൾ ഫാമിലി ഓൾ ഫാമിലിയിൽ എല്ലാവരും ഇല്ല, ഉള്ളവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ഞങ്ങളുടെ യാത്ര പോകുന്നതിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞു വീട്ടിൽ അത്യാവശ്യം ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ആ വീട്ടിലെ ആ ഒരു ഇതൊക്കെ വീഡിയോ എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 8 മണിക്കാണ് പ്ലാൻ ചെയ്തത്. അപ്പം തന്നെ ലേറ്റായി, 8 മണി ആവാറായി. നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരുടെ വീടുകളിൽ നിന്ന് അവരവരല്ല കുറേ ചോറ്, കാപ്പി ഇതെല്ലാം കൊണ്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. രഞ്ജു വന്നതേ ഉള്ളൂ, ഞായറാഴ്ച ആയതുകൊണ്ട്. രഞ്ജു രാവിലെ 5 മണിക്ക് പാവം എത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആദ്യം നോക്കാം. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പൊതിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണല്ലേ. അതിലൊക്കെ നമ്മളൊന്ന് വീഡിയോ പിടിച്ച് കറി ഐറ്റംസ് എല്ലാം നോക്കട്ടെ. ഓക്കെ, അതാണ്ട് എല്ലാം റെഡിയായി. ചോറ് ഇത് നമ്മുടെ ചേച്ചിയാണ്, നമ്മുടെ കൈസഹായം മൊത്തം രഞ്ജുവിൻ്റെ കൈസഹായം. ഇപ്പോൾ വന്നേയുള്ള ചേച്ചി. നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരും ഹായ് പറഞ്ഞേ. രാജേഷേ റെഡിയാകും, സമയമായി. താണ്ട് എല്ലാവരും എത്താറായി. 8 മണി നമ്മൾ സമയം പറഞ്ഞു, ഓൾറെഡി 8 മണിയായി. രഞ്ജു ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, നമ്മളെ ഐറ്റംസ് എല്ലാം കണ്ടല്ലേ. നെത്തോലി വറുത്തത്, ചമ്മന്തി, ഓംപ്ലേറ്റ്, മെഴുക്ക് വരട്ടി, തോരൻ, പിന്നെ ഇഡ്ഡലിയാണോ ദോശയാണോ രഞ്ജു? ഇഡ്ഡലി, അതിന് സാമ്പാറും ചമ്മന്തിയും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ മോനായി, റെഡിയാവും അന്ന മോളെ, റെഡിയാവും, പെട്ടെന്നാവട്ടെ. പിന്നെ പാത്തുമ്പോ വരുത്ത് കടവ എന്തിയേ? കടവ കടവ ഒരുങ്ങില്ലേ? അതെ അതെ, ഇവ എഡിറ്റിംഗ് ആയിരുന്നു പണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ പുറപ്പെടാനുള്ള എല്ലാം ആയി. സമയം ഇച്ചിരി വൈകി, 8 മണിയാണ് പറഞ്ഞ, 8:35 റെഡിയായി. ബാക്കിയുള്ളവരെല്ലാം വന്നു, ഒരുമാതിരിയുള്ളവർ വന്നു, ബാക്കിയുള്ളവർ വരാനുണ്ട്. നമുക്കെല്ലാം നോക്കാം, ജസ്റ്റ് ഓടിച്ച്. ഓക്കെ, വണ്ടിയെല്ലാം റെഡിയായി. അതിൻ്റെ ഏറെക്കുറെ നമ്മുടെ റോയി എത്തിയിട്ടുണ്ട്, പൊപ്പൻ എത്തിയിട്ടുണ്ട്, അഭിരാമി, ഋതുക്കുട്ട, എല്ലാവരും ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും. ഹരിപ്രിയ എത്തിയിട്ടുണ്ട്. രാജേഷ് താണ്ട കുളിച്ച് പൗഡറൊക്കെ കണ്ടമാനമാണ്. അപ്പോൾ നമ്മൾ റെഡിയായി. അപ്പോൾ ഇനി ബാക്കി ഒരു 2-3 പേരൂടെ വരാനുണ്ട്. ഞങ്ങൾ വയ്ക്കുക. പാരമ്പര്യമായിട്ട് റാലിലൊക്കെ ഭയങ്കര ഗ്ലാമറാണെന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ എല്ലാം റെഡിയായി. ഇനി സെക്രട്ടറിയെ കാത്തിരിക്കുക. കാര്യം അവിടുത്തെ ന്യൂസിലൻഡിൽ 8:20 വരുമെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ 8:55 ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും ഓരോ തിരക്കില്ല. അപ്പോൾ വണ്ടി അതുകൂടെ ഇറക്കാൻ നോക്ക് ജോബിയെ, വലുതുകൂടെ ഇറക്കാൻ നോക്ക്. ഇവരെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണെന്ന് തോന്നുന്നു, ടാസ്ക്കാണ്. വണ്ടിക്കകത്തോട്ട് കയറുന്നില്ല. അത് മനഃപൂർവ്വമാണത്. നമ്മൾ വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. മലരണി മുക്ക് അല്ല, പാറമുക്ക് ചെറുവക്കൽ.
ജസ്റ്റ് അവിടെ ഒരു ചെറിയൊരു പാർക്കാണ്, നല്ലൊരു രസമുണ്ട്. കൊള്ളാം, അത്യാവശ്യം ഇവിടെ നിന്നുള്ള നാട്ടുകാർക്ക് വൈകിട്ട സമയത്ത് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോഴത്തേന് ഞാൻ വണ്ടി ഒന്ന് മാറി കയറി. അപ്പം കാര്യം ക്യാമറയും കാര്യങ്ങളും എൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ റോയി ഒരു ഹായ് പറഞ്ഞേ, രാജേഷ്, മോള്. നീ എന്താ തണുക്കുന്നത് നിനക്ക്? പിന്നെ ജോബി അതീവ ജാഗ്രതയായിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ അവനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മൾ ഇപ്പം വണ്ടി രണ്ടും പെട്രോൾ ഫില്ല് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു സ്പോട്ട്, കാര്യം ഒതുങ്ങിയിരുന്ന് കഴിക്കാനായിട്ട് ആ ഒരു സംവിധാനം നമ്മൾ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം കുളത്തൂപ്പുഴ എടുക്കുമ്പം ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കഴിക്കാനുള്ള ഒരു ഇതാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഫുഡ് കഴിക്കുമ്പം കാണാം. ഓക്കെ, എൻ്റെ മോക്ക് റെക്കോർഡിങ് ഓഡിയോ, എൻ്റെ മോക്ക് വലിയൊരു പരാതിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൂടി ഇരുന്നിട്ട് ബോറടിക്കുന്നത്, ഞാൻ വണ്ടി മാറി കയറുകയെന്നാണ് പറയുന്നത്. എന്താ മോളേത്? ഉറക്കം തൂങ്ങി കണക്കിരിക്കാന്നോടെ രാജേഷ്. എൻ്റെ റോയി എന്തുവാടേ ഇത്? ഇംഗ്ലീഷ് കേട്ടിട്ട് നമ്മുടെ രാജേഷിന് അലർജി ആയിട്ടിരിക്കുക. കാര്യം ആകെപ്പാട് ഉറക്കം വരുന്നത്. പണ്ടേ അവൻ്റെ അസുഖമാണ്. ശരി, അതാ പിന്നെ ഒരു കാര്യം ചെയ്യാം. മോക്ക് വണ്ടി നമ്മൾ കാപ്പി കുടിച്ചിട്ടേ മാറ്റിക്കേട്ടെ. ഇവന്മാരിപ്പോൾ ഉഷാറാക്കുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന ഉഷാറാ. ഓക്കെ അല്ലേ രാജേഷേ? നിന്റെ കൗണ്ടറൊന്നും വരുന്നില്ലല്ലോടാ. പലരും പരാതി പറയുന്നു നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലോ ഒന്ന്. സമയാവോ ജോബിയെ? നീ ഒന്നും മിണ്ടായിരിക്കുന്ന എന്തിടാ? വണ്ടി നോക്കി ഫ്രണ്ടിലോട്ട് നോക്കിയല്ലേ എടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം എത്തി. നല്ലൊരു പ്ലേസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക കേട്ടോ, ഫുഡ് കഴിക്കാനായിട്ട്. എന്താ എല്ലാവരും വണ്ടി കൊണ്ടുവന്ന് നിർത്തി. കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റ്, കല്ലട റിസർവർ, കുളത്തൂപ്പുഴ റിവർ. നല്ല സൂപ്പർ പ്ലേസ് കേട്ടോ, അടിപൊളി. അതല്ല നൈസ് പ്ലേസ്. പക്ഷെ മതി. ഇതായിരിക്കും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ സ്ഥലം. ഇവിടെ
ചാണകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. എന്നാ ഫസ്റ്റ് നേരെ ചാണകത്തിന്റെ മണ്ടേ കയറി ഇരിക്കാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. ആ അത് വേണ്ട മോളെ, അവിടെ ഇരിക്കും, അവിടെ പുതുക്കുട്ടാ. ചിരിച്ചേ. എന്തായാലും കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങളുണ്ട്. എന്തായാലും വിശപ്പിന്റെ വിളി കൊണ്ട് ഒരു കാര്യം ചെയ്യാം, കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചെറിയ ഇതോടെ നമുക്ക് ഒപ്പിയെടുക്കാം. ഓക്കെ, അപ്പം എല്ലാം എടുക്ക് അല്ലേ. എല്ലാ ഐറ്റവും ഉണ്ടല്ലേ. ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, അപ്പം, ചമ്മന്തി. റോയി ഇരുന്ന് കഴിക്ക്. ജോബി എടുക്ക്. അതെടുത്ത് അങ്ങോട്ട് ഇട്ട എവിടെങ്കിലും. എല്ലാരും ഫുഡ് കഴിക്കും. ജോബിയസിനൊക്കെ ഓടി കിടന്ന് കഴിക്കുന്നു. ജോബിയസിന് ഇരിക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ നിൽക്കുന്നത്? വിശപ്പിന്റെ ഇതുകൊണ്ടങ്ങ് നിന്ന് പോയെന്നേ ഉള്ളു. വെള്ളം കുടിയടാ. കുടിച്ചാ ചോറ് തിന്നിട്ട് കാര്യമാ. ഞങ്ങളാരും ഒന്നും കഴിച്ചില്ല. കഴിച്ചിട്ട് വന്ന ഏക വ്യക്തി അവനാ. അത് പിന്നെ അത് മതി. അത് പിന്നെ ആഹാരത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. മതി. പിന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ കറക്റ്റായിട്ട് കെട്ടി ഒരു ഇതിലാക്കി ആ ഡസ്റ്റ്ബിന്നിലാണ് ഇട്ടേക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകരുത് കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആ എല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ടെ കെട്ടി ആ ഡസ്റ്റ്ബിന്നെല്ലാം കിട്ടിരുന്നാൽ മതി. അപ്പം എല്ലാവരും പാക്ക് ചെയ്യുകയാണേ. പെട്ടെന്നാവട്ടെ, സമയക്കുറവുണ്ട് കേട്ടോ. ഇല്ല മോള് ഞാൻ മാറി, ശ്ലോകമൊക്കെ മാറി അവരെ. അല്ല ശ്ലോകമല്ല, ശോകം. തിരുത്ത്. അല്ലല്ല, ബാക്കി 3 പേരും ഒന്നും മിണ്ടുന്നില്ല എന്ന് പരാതി. കടയിൽ മൊത്തം കയറി നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 വണ്ടിയിലായിട്ട് യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മളെ രതീഷ് ഭായി ആണ് നമ്മളെ സഹയാത്രികൻ ഇവിടെ നമ്മൾ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ 2 വണ്ടികളിലായിട്ട് നമ്മൾ ഇവിടുന്ന് ഓക്കെ, ഞങ്ങൾ പുറപ്പെടുകയാണ്. എൻ്റെ എല്ലാവരും ഒക്കെ ആയി. ഞങ്ങൾ ഇത്രയും പേരുടെ ജീപ്പിലായി. പിന്നെ അവരിതാ മറ്റൊരു വണ്ടിയിൽ കയറി. അപ്പം ഇനി നമുക്ക് റോസ്മല, അത് നമ്മളെ കേട്ടുകേൾവിയിലുള്ളതാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വരണമെന്ന്, പക്ഷെ ഇതുവരെ സാധിച്ചില്ല.
ഇപ്പം ഇതാ നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഓക്കെ, വഴി എല്ലാം നോർമൽ വഴിയല്ല, ഓഫ് റോഡ് വഴികളാണ്. അപ്പം നമ്മുടെ സാധാ വണ്ടിക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാര്യം ഈ റോഡ് കടക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് മെയിനായിട്ട് എല്ലാവരും ജീപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ദാണ്ട് ഒരു വ്യൂ ഏകദേശം കാണാം. ആ മല, ആ ടോപ്പ് കാണുന്ന മലയുടെ അവിടുന്ന് ആ റാ പോലെ കാണുന്ന അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞ് പോകണം. ഓക്കെ ഓക്കെ. ആ അങ്ങോട്ട് പറഞ്ഞത് ചെങ്കുറിഞ്ഞി എന്നുള്ള റെഡ് വുഡ് എന്ന് പറയും, അപൂർവ നമ്പർ ഇതാണ്. ഇതാണ് ഈ നിൽക്കുന്ന ഇതില്ലേ? ഈ ബോർഡിൽ എൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഓക്കെ ഓക്കെ. ഈ നിൽക്കുന്ന വലിയ മരമാണ് വലുത്. നമ്മളിപ്പോൾ റോസ്മല എൻട്രൻസിലെത്തി. റോസ്മല എൻട്രൻസ് ആണ്. ഒരു ഗേറ്റ് പോലൊക്കെ ഉണ്ട്. അത്യാവശ്യം അടപ്പൊന്നുമില്ലെന്ന് തോന്നുന്നില്ലേ? ആ കാണുന്നിടത്താണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ ഓക്കെ. എത്ര കിലോമീറ്ററാണ്? ഇവിടെ ഒരു 3. നമ്മളൊരു കാര്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞതാ, ഇവിടെ പോലും പ്ലാസ്റ്റിക്കുകൾ കണ്ട മാലിന്യം നിക്ഷേപിക്കാനായിട്ട് കറക്റ്റായിട്ട് ഒരു പ്ലാസ്റ്റിക്കോ ഡബ്ബയോ മറ്റു കാര്യങ്ങളോ പോകുന്ന വഴികളിലൊന്നും കാണുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ ശരിക്കും മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ്. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പിയാണ് വഴിയിൽ. ഇവിടെ ആണെങ്കിൽ ആരും ചോദിക്കാൻ പോലും ഇല്ല, എന്നാൽ പോലും അത് കറക്റ്റായിട്ട് നിക്ഷേപിക്കേണ്ടടുത്ത് തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3-3.5 കിലോമീറ്റർ പിന്നിട്ട് ഇനിയുണ്ട് 9 കിലോമീറ്റർ 10 കിലോമീറ്റർ അടുപ്പിച്ച്. അതാണ്ട് റോസ്മലയിൽ പോകുന്ന വഴിയാണ് അഞ്ചാനക്കുഴി തേരി. നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ട് 13 കിലോമീറ്റർ ശരിക്കും ഓഫ് റോഡാണ്. നമ്മൾ ആ മലയുടെ ചോപ്പിൽ പകുതി പോലും ആയില്ല. ഇടത്ത് സൈഡ് കണ്ട പാടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ മഴയത്ത് ആന കൊമ്പിട്ട് കുട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഹോളായിട്ട് കാണുന്നത് ഈ മണ്ണിടിക്കുന്ന ആന നടന്നു പോകുമ്പോൾ കൊമ്പിട്ടിടിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇതാണ് ആനത്താര കേട്ടോ. ഈ വഴി ഉണ്ടല്ലോ, ഈ വഴി. ഈ ആനയെല്ലാം ഇനി കയറി ഈ വഴി ആന നടക്കും. ആ വഴിയാണ് ആന കയറി ക്രോസ് ചെയ്യുന്നത്. ആ ഓക്കെ. അതല്ലേ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് നമുക്ക് കാണാം പാടുകൾ. റൈറ്റ് തിരിയാൻ പോവാം ഇല്ലേ? കേരള വന വന്യജീവി വകുപ്പ് ചന്ദ്രുണി. പിള്ളേർ കുറവാ, 10-25 പിള്ളേർക്കായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ? പാടാ. ഓ ശരി. ആ 7ാം ക്ലാസ് മുതൽ, പിന്നെ ഇപ്പം തന്നെ UPS മുതൽ 5ാം ക്ലാസ് മുതൽ പഠിക്കാൻ താപ്പോട്ടൊക്കെ വരും. നമ്മൾ ആര്യങ്കാലത്ത് വരിക. സ്കൂളൊക്കെ അവിടെ ഉണ്ട്. പഠിക്കണമെങ്കിൽ പുനലൂർ ഒറ്റക്കല്ല് ഭാഗത്തോട്ട് പോകണം. പുനലൂർ പോകുന്ന വഴിക്ക് ഒറ്റക്കല്ല്. അപ്പോൾ ഈ വഴി തന്നെ പോകണം. വണ്ടി ഇല്ലല്ലോ. രാവിലെ പോയിട്ട് കച്ചേസ് വണ്ടി ഒരെണ്ണമുണ്ട് വേണ്ടിയിട്ട്. ഞായറാഴ്ച ഇല്ല. അത് തന്നെയല്ല, ആര്യങ്കാവിൽ നിന്ന് ഒരു 10 ടിക്കറ്റ് റോസ്മലയ്ക്ക് ഇല്ലെങ്കിൽ അവർ വണ്ടി കൊണ്ട് വരത്തില്ല.
പിടിച്ചിരുന്നാണ് തല അടിക്കല്ലേ മക്കളെ പിടിച്ചിരുന്നു ഏതാ വലിയ വണ്ടിക്കൊന്നും കയറി പോകാൻ പറ്റുന്നില്ലേ? കണ്ടാണോ ജാതിക്ക് കൊടുത്ത് നമ്മുടെ മുളേനാട്ട് മുമ്പിൽ പോയാലോ ഛർദ്ദിക്കുന്നുണ്ട്. ഇവിടെ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു. ഇനി ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ. ഇനി ആ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് ശരിക്കുള്ള ഓഫ് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക വീണ്ടും. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ കൂടെ കാണും? 4 കിലോമീറ്റർ കൂടെ. 4 കിലോമീറ്റർ. ഫ്രണ്ട്സ്, നമ്മൾ റോസ്മല എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളെ മറ്റേ വണ്ടിയിൽ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എത്തിയോ? അതും എത്തിക്കഴിഞ്ഞ്. ഇല്ല, കാണുന്ന കല്ല് തെളിഞ്ഞാണ്. ഓക്കെ. അത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഞാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു കല്ല് കെട്ട് പോലെ കാണുന്നില്ലേ, ആ സാധനം അതുവഴിയാണ് നമ്മൾ പാസ് ചെയ്ത് വന്നത്. കാണാൻ അത്ര ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പെർ ഹെഡ് 50 രൂപ വെച്ചാണ് വ്യൂ ടവർ റോസ്മല ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്യാൻ പോവുകയാണ്. അവിടുന്ന് ടിക്കറ്റ് പെർ ഹെഡ് 50 രൂപയാണ്. അത് നമ്മൾ ചെയ്ത് ഇവിടുന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. ഓക്കെ, ഇത് ഒരു ചെറിയ ഓഫ് റോഡൊക്കെ ആയോളൂ. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ഓഫ് റോഡൊന്നും കയറിയിട്ടില്ല. അല്ല, ഇതിനകത്ത് ഈ റോസ്മലയുടെ കേസിലല്ല, അല്ലാതുള്ള കേസിൽ പറഞ്ഞു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് താണ്ട ഓരോരുത്തർ അവിടെ വലിച്ചതാ. എൻ്റെ മോള് പറയുന്നത് തലവേദന, താണ്ട ഒരുത്തി പറയുന്നത് അവശതയായിട്ടിരിക്കുന്നു. രഞ്ജു അവിടുന്ന് അവശതയായിട്ട് വന്നെങ്കിൽ അത്ര അവശത ഇവിടെ വന്നിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, മേപ്പോട്ട് തന്നെ നമ്മളെ യാത്ര തുടരുകയാണ്. ഗൈസ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സ്ട്രൈറ്റ് കിലോമീറ്റർ എന്തുവായിരുന്നു കുരിശുമല ചാട്ടി തേറിയ കക്ഷി? ഡേയ് ലിജുമോളെ, വലിയ കുരിശുമല ഒരുപാട് പോയാ ചിതോ നടക്കുന്നു. തിരുമേതല്ല, പാത്തുമ്മ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വ്യൂവിൽ എത്തിയിരിക്കുകയാണ്. സൂപ്പർ വ്യൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മല ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ ഉണ്ടാവുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു കേട്ടോ. സൂപ്പർ കേട്ടോ. വെരി സൂപ്പർ. ഓക്കെ, ഇതൊരു വ്യൂ എന്ന് പറഞ്ഞാൽ പോരാ, ഇതാണ് ഇതിൻ്റെ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പാറയും കയറി ഇത് വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രതീക്ഷയില്ല കേട്ടോ. കൊള്ളാം, ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. ഓ സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി. നമുക്ക് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവരൊക്കെ പറയട്ടെ, ഇപ്പം ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമല്ലല്ലോ. തല്ല എന്താ പറയുന്നത് ഈ ഒരു വ്യൂവിനെ കുറിച്ച്? സൂപ്പറാണോ ജോബി? ചുമ്മാ അടിപൊളി എന്ന് പറയാം. അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം എന്തുവാ? ചൂണ്ട ഇടാൻ പറ്റും. ഇവനിവിടെ ഇറക്കി വിടാമ. എങ്ങനെ തയ്ക്കും സ്മിത ഇത്? എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്?
പൊളി വേറെ ലെവല്. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ആയിരുന്നില്ലേ? ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നു കയറി വന്നപ്പോ ഇല്ലില്ല, നമ്മള് അടിപൊളി വ്യൂ. ശരിക്കും ഇങ്ങനത്തെ പാറയൊക്കെ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ വ്യൂ ഒക്കെ കാണാം. പക്ഷെ സൂപ്പർ. സെക്രട്ടറി എന്റെ പൊന്നു ഒരു രക്ഷയില്ല. പ്രതീക്ഷിച്ചിരുന്ന ഈ ഒരു വ്യൂ ഉണ്ടാവും? അടിപൊളി. ഞാൻ വിചാരിച്ചത് മല ഇങ്ങനെ അങ്ങനെ ആ ഒരു മല മാത്രമേ കാണത്തുള്ളൂ. അടിപൊളിയാട്ടോ, അടിപൊളി. ഐലൻഡ് കണക്ക് താഴെ പ്രസിഡന്റ് നല്ല ഭംഗിയുണ്ട്. നമ്മളിത്ര എന്നെയാണോ? ഇങ്ങനെ കാണാൻ കൊള്ളത്തില്ല. ഇത്ര മല കയറി വന്നതിൻ്റെ ഒരു ഫലം ഉണ്ടായി. കയറി വന്നപ്പോൾ വിചാരിച്ചു ചുമ്മാ മലയും കുന്തുമായിരിക്കും. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ല കാറ്റ്. ഓക്കെ. അരിപ്രിയ എന്താ നമ്മളെ വ്യൂവിനെ കുറിച്ച്? ഇപ്പൊ ഛർദിലൊക്കെ മാറിയാ വ്യൂ കണ്ടപ്പോ? ഇഷ്ടപ്പെട്ട? എങ്ങനെയുണ്ട് അഭിപ്രായം? സൂപ്പറായ? ഇത് കുട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. റോയിക്ക് എന്താ അപ്രതീക്ഷിതമായിരുന്നില്ലേ? ഓക്കെ. എന്തുവാ ഞാനാ? റോസ് മലയാണോ ഇത്? മലയല്ലല്ലോ. റോസ് മല വന്നിട്ട് എന്താ കാണാൻ കഴിഞ്ഞു ഇവിടെ? എന്താ ഇങ്ങോട്ട് നോക്കി പല കാര്യം. എന്തുവാ എന്നെയാണോ? ഞാൻ കാര്യം ചോദിച്ചല്ലയോ? കാര്യം ചോദിച്ചോ പറയാ സൂപ്പർ. അവരെപ്പോ നോക്കിയാലും എന്നെ ഞാൻ സൂപ്പർ സൂപ്പർ ഇത് പറയാനും സമയമുള്ളൂ. ശരിക്കും പറഞ്ഞതാണ്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് ഏത് ആറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നോ എന്നറിയത്തില്ല. ആറ് എന്ന് പറഞ്ഞാൽ പോരാ, പരപ്പാറ്. ഓക്കെ. രണ്ട് സൈഡും വനം, അതിൻ്റെ നടുക്കൂടെ എല്ലാം നല്ല കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളു. അതിൻ്റെ എല്ലാ സൈഡ് എല്ലാം ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഏകദേശം നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ? ഒരു മണിക്കൂറോളം. പക്ഷേ എന്തായാലും ഒരു മണിക്കൂർ നമുക്ക് ഒരു ബോറടി ഉണ്ടായില്ല അല്ലേ? ഇല്ലില്ല, നല്ലതായിരുന്നു. അടിപൊളി. നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയർ. ശരിക്കും എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കണ്ടുപോകേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും. ഒരു മണിക്കൂറിൽ കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ ഇവിടെ ബുക്കിംഗ് ടൈം ഉണ്ട്. തിരിച്ച് റിട്ടേൺ 2:30 മണിയാണ്. അപ്പോൾ ഇത്ര ആൾക്കാരെ ഇത്ര സമയത്തിനുള്ളിൽ കയറ്റി വിടുമെന്നുള്ളൊരിതുണ്ട്. അപ്പോൾ 2:30 മണിക്ക് നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തേണ്ട കാര്യമുണ്ട്. ഇപ്പം മണി 2:05 അപ്പോൾ ഞങ്ങൾ പുറപ്പെടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഞങ്ങളങ്ങനെ റോസ് മല കണ്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണിത്. സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഞങ്ങൾ മല ഇറങ്ങിയാണ്. നമ്മൾ ഈ റോസ്മലയിൽ നിന്ന് ഇറങ്ങി വന്നു, എല്ലാവരും വന്ന് പിന്നെ ആഹാരം കഴിക്കാൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ ആ രതീഷ് എന്ന് പറയുന്ന ചേട്ടൻ നമ്മളെ സഹായിച്ചു. പുള്ളിക്കാരൻ്റെ വീട് ഇവിടെ അപ്പുറത്തായി. ഇത് ഇവിടുത്തെ സ്കൂളാണ് ആ കാണുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്തേ, ആ കാണുന്നത്. അപ്പോൾ ഇവിടെ ആ സ്കൂൾ കഴിഞ്ഞ് 2 അപ്പുറത്താണ് പുള്ളിക്കാരൻ്റെ വീട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പോവാം. രഞ്ജേച്ചി എന്തോ കൊണ്ടുവന്നേ നോക്കാം. എന്തൊക്കെയുണ്ട് രഞ്ജേച്ചി? അഭിരാം ചേച്ചി എന്തോ കൊണ്ടുവന്നത്? ഓക്കെ. ഇനി നേരെ ഹരിപ്രേസ് തോട്ടോ. എന്തുകൊണ്ട് ഹരിപ്രേസ്? ഏകദേശം എല്ലാവരും ഒക്കെ സെയിം തന്നെ. സ്മജ ചേച്ചി എന്തോ കൊണ്ടുവന്നത്? റെഡ് കളർ എന്തുവാ? ആ വെറൈറ്റി തോരനാ കൊണ്ടുവന്നത്. ബീട്രൂട്ട്, ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഓംപ്ലേറ്റ്, ഉപ്പേരി, മീൻകറി, ആംപ്ലേറ്റ്. ഇതെന്തോടെ മീൻകറി എവിടെ നിന്ന് വന്നപ്പോ ഇവിടെ? അഭിരാമി തോരൻ. ഇത് തോരൻ. മീൻപീരയൊക്കെ ഉണ്ട്, അച്ചാറുണ്ട്, മുട്ട പൊരിച്ചത്. ഇത് രാജേഷന് സെയിം. പറ രാജേഷന് എന്തൊക്കെ സെയിം എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറയണം. പറ.
വെഴുക്കുവരട്ടി. ആ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പൊതി ഇരിക്കുന്നില്ല, കാര്യം ഈ കണ്ടതൊക്കെ തന്നെ അതിലും ഉള്ളത്. ഓക്കെ, അതാ ഒരുത്തൻ അവിടുന്ന് വരുന്നേ ഉള്ളൂ, ജോബി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി മയങ്ങും. ഒരു 5 മിനിറ്റ് ഒന്ന് ഫുഡ് കഴിച്ച് തീർന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റിലല്ലാതെ ഇനി തിരിച്ച് ഡ്രൈവ് ചെയ്യണം. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഫുഡെല്ലാം ഇവിടെ കഴിച്ച് തിരിക്കാമെന്ന് വിചാരിച്ചത്. അന്നേരം എല്ലാവരും ഒരു 5-10 മിനിറ്റ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറിലെല്ലാം ചോറ് കൂടുതലായിപ്പോയി. അപ്പം എല്ലാവർക്കും ഒരു ദഹനക്കേടിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചെറിയൊരു ഡാൻസ്, ഞങ്ങളെ കൊണ്ട് പറ്റാത്ത വിഷയമാണ്, എന്നാലും ഞങ്ങളത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ്. പിന്നെ വരുന്ന വഴിക്കുള്ള ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, ബൈ.